ഹായ് മക്കളെ, ഇന്നലെ JEE 2025 നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് കിട്ടിയ ചോദ്യം ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാലോ അല്ലേ? സാർ ഇനി പഠിച്ചാൽ കിട്ടുമോ എന്നുള്ളത്. ഈ ചോദ്യം +2 നമ്മൾ കേട്ടിട്ടുണ്ട്, ഓണപരീക്ഷ കഴിഞ്ഞ ഉടനെ കേട്ടിട്ടുണ്ട്, ആൻഡ് ഇനിയിപ്പം എന്താ പറയുക ജനുവരി ആകുമ്പോൾ അല്ലെ ഡിസംബർ ആകുമ്പോൾ ഇനിയും കേൾക്കുകയും ചെയ്യും. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഇത് +1 ചോദിച്ചെങ്കിൽ ഞാൻ യെസ് കിട്ടുമെന്ന് പറയുമ്പോൾ അതിന് കുറച്ച് സ്ട്രെങ്ത് കൂടുതലാണ്. +2 തുടങ്ങുമ്പോഴാണ് കുറച്ച് കുറയെങ്കിലും ഉണ്ട്, ഓണപ്പരീക്ഷ കുറയും. അതിങ്ങനെ എത്രത്തോളം JEEയുടെ അടുത്തെത്തുമ്പം JEEക്ക് ജനുവരിയിലാണ് നിങ്ങൾ ചോദ്യം ചോദിക്കുന്നത്, എൻ്റെ യെസ്സിന് എന്തിനാവും ഉറപ്പ് കുറവായിരിക്കില്ലേ, കുറേ ഇഫ് എന്നുള്ള കാര്യങ്ങളുണ്ടാവും. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ള മറ്റൊരു കാര്യമാണ്, അതായത് ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമാണ് എനിക്ക് നിങ്ങൾ തരേണ്ടത്. നിങ്ങൾക്ക് JEE മെയിൻസും അതേപോലെ തന്നെ അഡ്വാൻസ് ഒക്കെ ക്ലിയർ ചെയ്ത് NITയിലോ IITയിലോ പഠിക്കണമെന്നും അതുവഴി ലൈഫ് സെറ്റാക്കണമെന്നും ലൈഫിൽ എന്താണ് ഒരു എക്സ്പോണൻഷ്യൽ ഡെവലപ്മെൻറ്റ് വേണമെന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും കാലം നിങ്ങൾ പഠിച്ചോ ഇല്ലയോ എന്നൊന്നുമല്ല വിഷയം, നിങ്ങൾ എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. അതായത് JEE 2025 ഫേസ് 1 ഇനിയും ഏകദേശം 3 മാസം കൂടെ ഉണ്ട്. ഇനിയിപ്പോൾ ഫേസ് 2 ആകുമ്പോഴത്തേക്ക് എന്താണ് 6 മാസത്തോളം നമുക്ക് സമയമുണ്ട്. ആൻഡ് ഇത് നിങ്ങളെ പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ആഗ്രഹത്തിലേക്ക് നമ്മൾ അടുത്തടുത്ത് എത്തിക്കൊണ്ടിരിക്കും. അതായത് മക്കളെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ശരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾ ഒരു വർഷം റിപ്പീറ്റ് ചെയ്താലും ഒട്ടും നഷ്ടമില്ലാത്ത കേസാണത്. പക്ഷേ ഇപ്പം കിട്ടൂല, റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിച്ചു, അതുകൊണ്ട് ഇനി പഠിക്കുന്നേയില്ല, ആ സമയത്ത് പഠിക്കാന്നുള്ള ചിന്ത എന്താണ്? നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്ന ആരോട് ചോദിച്ചാൽ അവർ പറയും മോനെ എത്ര പെട്ടെന്ന് പഠിക്കാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് പഠിക്കുക, ഒരു പാഠമാണെങ്കിൽ ഒരു പാഠം നിങ്ങൾ പഠിച്ചു വെച്ചാൽ അത് അത്രയും നല്ലതായിരിക്കും എന്നുള്ളത്. അതുകൊണ്ട് എൻ്റെ മക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ചെയ്യേണ്ടത് ഒരൊറ്റ കാര്യം മാത്രമാണ്, ഇനി അങ്ങോട്ട് വളരെ സ്ട്രാറ്റജിക് ആയിട്ട് പഠിക്കാൻ നോക്കുക. JEE ഫേസ് 1 തന്നെ ടാർഗറ്റ് ചെയ്തിട്ട് സ്ട്രാറ്റജിക്കലി എന്ത് ചെയ്യുക, നിങ്ങൾ ഇനി അങ്ങോട്ടുള്ള ദിവസം പഠിക്കുക. എല്ലാ പാഠമൊന്നും പഠിച്ചു തീർക്കാൻ സമയമില്ല, പക്ഷേ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതേപോലെ തന്നെ ഈസിലി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന, അതേപോലെ തന്നെ എന്താണ് ഹൈ ഈൽഡ് ഉള്ള പാഠം എന്ന് പറയും. ചില പാഠങ്ങൾ ഇപ്പോൾ ഉദാഹരണത്തിന് മോഡേൺ ഫിസിക്സ് ഒക്കെ എന്താണ് നമ്മൾ കുറച്ച് പഠിച്ചാലും ചിലപ്പോൾ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന പാഠങ്ങളുണ്ട്. അങ്ങനത്തെ പാഠങ്ങളൊക്കെ പഠിച്ചിട്ട് എന്ത് ചെയ്യുക, JEE ഫേസ് 1 തന്നെ നന്നായിട്ട് എഴുതാൻ നോക്കുക. ചിലപ്പോൾ ഭാഗ്യം കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫേസ് 1 തന്നെ കിട്ടും. ഫേസ് 1 കിട്ടിയാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, പിന്നെ നിങ്ങളുടെ ലൈഫ് എന്താ ഒരു 97-98% ഒക്കെ എത്തിക്കഴിഞ്ഞാൽ എന്തായിരിക്കും ലൈഫിൻ്റെ ഒരു അവസ്ഥ അല്ലേ? പിന്നെ ഒന്നിനെ കുറിച്ച് ആരും ടെൻഷൻ അടിക്കേണ്ട, ബോർഡ് എക്സാം ഒന്നും എന്തല്ല നമുക്ക് വിഷയമേ അല്ലല്ലേ, ആ കട്ട് ഓഫിൻ്റെ മുകളിലുള്ള മാർക്ക് വാങ്ങിയാൽ മാത്രം മതി. അപ്പം ആ ഒരു കാര്യം സ്വപ്നം കണ്ടുകൊണ്ട് നിങ്ങൾ പഠിച്ച് തുടങ്ങുക. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ചോദിച്ചു സാർ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നുള്ള അത് പറയാൻ വേണ്ടി ഞാനും വേറെ 3-4 IITക്കാരും നാളെ വരുന്നുണ്ട്. IITയിലെ NITയിലെയും പിള്ളേരൊക്കെ എങ്ങനെ ഇനി അങ്ങോട്ടുള്ള ദിവസം നിങ്ങൾ പഠിക്കണം എന്നുള്ളത്. അതുപോലെ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കുക. പഠിച്ചെന്താ ജനുവരി എൻഡ് ആകുമ്പോൾ നിങ്ങൾ JEE ഫേസ് 1 കഴിയുമ്പോൾ എന്തായിരിക്കണം, നിങ്ങൾ മാക്സിമം സമയം ഇതിൽ ഫോക്കസ് ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം. ഫേസ് 1 കൊളായാലും പ്രശ്നമില്ല, ഫേസ് 2 ചിലപ്പോൾ എന്ത് ചെയ്യും നമുക്ക് ക്ലിയർ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതും നമ്മൾ നന്നായിട്ട് പഠിക്കുന്നു. ഫേസ് 2 നമ്മൾ വിചാരിച്ച് 90%, 92% ആണെങ്കിൽ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ 2 കാര്യം, ഒന്ന് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റും, കേരളത്തിലെ ഏത് കോച്ചിങ് സെൻറ്ററിലും റിപ്പീറ്റ് ചെയ്താൽ ഉറപ്പായിട്ടും എന്താ നിങ്ങൾ NIT അല്ല IIT തന്നെ നിങ്ങൾക്ക് എത്താൻ പറ്റും. സോ അതിൻ്റെയൊക്കെ തുടക്കം ഇപ്പോൾ ഈ നിമിഷം മുതലാണ്. നാളത്തെ ലൈവ് നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക, എന്തായാലും നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. ഞാൻ ഒറ്റയ്ക്കായിരിക്കില്ല, എൻ്റെ കൂടെ മിനിമം 3 NIT IITians ഉണ്ടാവും. ഞങ്ങൾ ഒരുമിച്ച് ഡിസ്കസ് ചെയ്ത് നിങ്ങളോട് പറഞ്ഞുതരാം. ഓക്കെ അല്ലേ? ലൈവിൻ്റെ ലിങ്ക് കമൻറ്റിൽ പിൻ ചെയ്തിട്ടുണ്ട്, ഇപ്പം തന്നെ ക്ലിക്ക് ചെയ്ത് ലൈക്ക് ചെയ്ത് നോട്ടിഫൈ മീ കൊടുക്കുക. മാക്സിമം ഫ്രണ്ട്സിന് വീഡിയോ ഷെയർ ചെയ്യാം.